നമസ്കാരം. സ്പോർട്സ് പിച്ച് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാധകരുടെ ഉള്ളിൽ ഒരാവേശമാണ്. 5 IPL കിരീടങ്ങൾ, റെക്കോർഡ് ഫൈനലുകൾ, IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമുകളിലൊന്ന്. എന്നാൽ ഈ സുവർണ ചരിത്രത്തിനിടയിൽ മഞ്ഞപ്പടയുടെ ആരാധകർ എന്നും കേൾക്കേണ്ടിവരുന്ന ഒരു പരിഹാസമുണ്ട്: ബാൻ ചെയ്യപ്പെട്ട ടീം. CSK എന്തുകൊണ്ടാണ് 2 വർഷം പുറത്തിരിക്കേണ്ടി വന്നത്? പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് CSK താരങ്ങൾ പണം വാങ്ങി ഒത്തുകളിച്ചു അഥവാ മാച്ച് ഫിക്സിംഗ് ചെയ്തു എന്നാണ്. എന്നാൽ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ കളിക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു ജേർണലിസ്റ്റ് ശൈലിയിൽ ആ കറുത്ത ദിനങ്ങളുടെ പിന്നിലെ യഥാർത്ഥ കഥ നമുക്കിന്ന് വിശകലനം ചെയ്യാം. 2016-2017 സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും IPLലുണ്ടായിരുന്നില്ല. ഇതിനു തുടക്കമിട്ടത് 2013 IPL സീസണാണ്. അന്ന് ബെറ്റിംഗ് എന്ന വാക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചു. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിനെ മൊത്തമായി പ്രതിക്കൂട്ടിലാക്കിയ ആ വ്യക്തിയുടെ പേര് ഗുരുനാഥ് മെയ്യപ്പൻ എന്നാണ്. CSK മാനേജ്മെന്റിലെ ഒരു പ്രധാന കണ്ണിയായിരുന്നു അദ്ദേഹം. വെറുമൊരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി അന്നത്തെ ടീമുടമ N. ശ്രീനിവാസന്റെ മരുമകൻ കൂടിയായിരുന്നു മെയ്യപ്പൻ. അദ്ദേഹം CSKയെ പ്രതിനിധീകരിച്ച് ബെറ്റിംഗ് നടത്തിയെന്നതായിരുന്നു ഏറ്റവും വലിയ കുറ്റം. അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഗുരുനാഥ് മെയ്യപ്പൻ IPL മത്സരങ്ങളിൽ ബെറ്റിംഗ് നടത്തുകയും ഏകദേശം 40 ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു. ഒരു ടീമിന്റെ ഭാരവാഹിയായ വ്യക്തിക്ക് ആ കളിയുടെ ഫലത്തെക്കുറിച്ച് രഹസ്യവിവരങ്ങൾ അറിയാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടുതന്നെ ടീം ഭാരവാഹികൾ ബെറ്റിംഗ് നടത്തുന്നത് അതീവ ഗുരുതരമായ അഴിമതിയായാണ് BCCI നിയമങ്ങൾ കണക്കാക്കുന്നത്. ഈ വിവരം പുറത്തുവന്നിട്ടും CSK മാനേജ്മെന്റ് മെയ്യപ്പനെതിരെ കർശനമായ നടപടിയെടുക്കാൻ തയ്യാറാകാത്തത് കോടതിയെയും BCCIയെയും ചൊടിപ്പിച്ചു. ഇത് വെറുമൊരു വ്യക്തിയുടെ തെറ്റല്ല, മറിച്ച് ടീമിന്റെ ഉടമസ്ഥാവകാശമുള്ള കമ്പനിയുടെ പരാജയമാണെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. 2013 മുതൽ 2015 വരെ നീണ്ടുനിന്ന വിശദമായ അന്വേഷണത്തിനൊടുവിൽ സുപ്രീം കോടതി നിയമിച്ച ലോധ കമ്മിറ്റിയാണ് ആ വിധി പ്രസ്താവിച്ചത്. 2015 IPL ഫൈനലിനു തൊട്ടുമുൻപാണ് ആ ഇടിത്തീ പോലെയുള്ള വാർത്ത വന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനെയും രാജസ്ഥാൻ റോയൽസിനെയും 2 വർഷത്തേക്ക് IPLൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഈ വിധി കേട്ട് ക്രിക്കറ്റ് ലോകം ഞെട്ടി. എന്നാൽ ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CSKയിലെ ഒരു താരം പോലും ഒത്തുകളിയിലോ അല്ലെങ്കിൽ ബെറ്റിംഗിലോ ഉൾപ്പെട്ടിട്ടില്ല. MS ധോണി ഉൾപ്പെടെയുള്ള കളിക്കാരെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള മോശം പരാമർശവും കോടതി നടത്തിയിട്ടില്ല. മറിച്ച് മാനേജ്മെന്റ് തലത്തിലുള്ള പിഴവുകൾക്കും ബെറ്റിംഗിനും ടീം എന്ന നിലയിൽ സസ്പെൻഷൻ അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. ഈ കറുത്ത അധ്യായത്തിന്റെ ഉത്തരവാദി ഗുരുനാഥ് മെയ്യപ്പൻ മാത്രമാണ്. അദ്ദേഹത്തെ ക്രിക്കറ്റിൽ നിന്നും ആജീവനാന്തം വിലക്കുകയും ചെയ്തു. 2 വർഷത്തെ വിലക്കിനുശേഷം 2018 തിരിച്ചെത്തിയ CSK ലോകത്തിനു കാണിച്ചുകൊടുത്തത് പോരാട്ടവീര്യത്തിന്റെ മറ്റൊരു പാഠമാണ്. പടുകൂറ്റൻ തിരിച്ചുവരവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ആ വർഷം തന്നെ കിരീടം ചൂടിക്കൊണ്ട് ധോണിയും സംഘവും തങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു. നിരാശയിലായ ആരാധകർക്ക് അവർ നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ആ ട്രോഫി. കളിക്കാർക്ക് ഫിക്സിംഗുമായി ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ ആ താരങ്ങൾ ഇന്നും ഇന്ത്യൻ ടീമിലും IPLലും സജീവമായിരിക്കില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ CSKയെ പരിഹസിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക: തെറ്റു ചെയ്തത് മാനേജ്മെന്റിലെ ചില വ്യക്തികളാണ്, മൈതാനത്തു പൊരുതിയ കളിക്കാരല്ല. ഇന്ന് CSK IPLലെ ഏറ്റവും കരുത്തരായ ടീമാണ്. പഴയ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിക്കഴിഞ്ഞു. ഗുരുനാഥ് മെയ്യപ്പന്റെ പ്രവൃത്തി മൂലം ടീമിനു ലഭിച്ച ആ ബാൻ ഒരു പാഠമായി എന്നും നിലനിൽക്കുന്നു. സഞ്ജു സാംസനെ പോലെയുള്ള മലയാളി താരങ്ങൾ പോലും ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന CSK എന്ന ടീമിന്റെ അന്തസ്സ് മൈതാനത്തെ പ്രകടനങ്ങളിലൂടെ അവർ തിരിച്ചുപിടിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ തെറ്റിന് ഒരു ടീമിനെ മുഴുവനായി ബാൻ ചെയ്തത് ശരിയാണോ? CSK തിരിച്ചുവന്ന രീതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റു ചെയ്യൂ. IPL ചരിത്രത്തിലെ ഇത്തരം സത്യസന്ധമായ വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക.